നമസ്കാരം. സാധാരണ വിജയിച്ചാൽ കേക്ക് മുറിക്കുന്ന പതിവാണ്. കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ പരസ്പരം കേക്ക് നൽകണം, മധുരം നൽകുന്ന ഒരു ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. നമ്മൾ ബർത്ത്ഡേക്കൊക്കെ നമ്മളിതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരാണോ ബർത്ത്ഡേ ബോയുടെ മുഖത്ത് നമ്മൾ ഈ കേക്കിൻ്റെ ഈ ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആ രീതിയിലൊരു കേക്ക് മുറിക്കലും ഒക്കെ പാലക്കാട് വിജയിച്ച സമയത്ത് നടന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കൂടെ വന്നിട്ട് ഈ കേക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ഈ ക്രീം എടുത്തിട്ട് സന്ദീപ് വാര്യരുടെ മുഖത്തും ഷാഫി പറമ്പിലിൻ്റെ മുഖത്തും ഒക്കെ തേച്ചു കൊടുത്ത സമയത്ത് സന്ദീപ് വാര്യരുടെ മുഖത്ത് താടി ഇല്ലാത്തതുകൊണ്ട് സന്ദീപ് വാര്യർ അത് തുടച്ച് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ഷാഫി പറമ്പിലിന് താടിയൊക്കെ ഉള്ളതുകൊണ്ട് അത് തൂത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത്. പൂർണ്ണമായി പോവില്ലല്ലോ, താടിയുള്ളവരുടെ ഒരു പ്രശ്നം അതാണ്. കേക്കിൻ്റെ ഈ അംശമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പോകാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെ ഷാഫി പറമ്പിൽ അങ്ങനെ അതിനെ നേരെ BJP-ക്കാർ ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതുമാത്രമല്ല, ചില ടീമുകൾ ഈ സന്ദീപ് വാര്യർക്കെതിരെ അതിക്രൂരവും നിഷ്ഠൂരവുമായ ചില പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചാനലിൻ്റെ ഇതോടു കൂടിയാണ് പുറത്തു വന്നത്. ചാനലിൻ്റെ ഇത് വെച്ചിട്ട് ഷമാ മുഹമ്മദുമായുള്ള പ്രണയം കാരണമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് തുടങ്ങിയ ഒരുപാട് കുപ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് BJP-യിലെ സൈബർ ഹാൻഡിലുകൾ രംഗത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിനെതിരെ സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം. ഇന്നലെ വിജയാഹ്ലാദ പ്രകടനത്തിനിടയ്ക്ക് പ്രിയപ്പെട്ട VK ശ്രീകണ്ഠൻ MP ഒരു പണി പറ്റിച്ചു. കേക്ക് മുറിച്ച് ഷാഫി പറമ്പിലിൻ്റെയും എൻ്റെയും മുഖത്ത് കൂടി തേച്ചു. ഷാഫി തിരികെ മണികണ്ഠേട്ടൻ്റെ മുഖത്തും കേക്ക് തേച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്ക് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. എൻ്റെ മുഖത്ത് കേക്ക് അപ്പോൾ തന്നെ ഞാൻ തുടച്ചു കളഞ്ഞു. എനിക്ക് താടിയില്ലല്ലോ. ഷാഫിയുടെ താടിയിലാകെ ശ്രീകണ്ഠേട്ടൻ തേച്ച കേക്ക് പറ്റിയിരിക്കുന്നു. എത്ര തുടച്ചു കളഞ്ഞിട്ടും ഷാഫിയുടെ മുഖത്ത് നിന്ന് അത് പോകുന്നില്ല. ഷാഫി എന്നോട് ചോദിച്ചു, ഇനി മുഖത്ത് കേക്കിൻ്റെ ഭാഗം എവിടെയെങ്കിലും ബാക്കിയുണ്ടോ? അപ്പോൾ ഷാഫിയുടെ മുഖത്ത് താടിയിൽ പറ്റിയിരുന്ന കേക്കിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ തുണി ഉപയോഗിച്ച് തട്ടിക്കളഞ്ഞതാണ് ഇന്നത്തെ എൻ്റെ പഴയകാല സഹപ്രവർത്തകരുടെ ഭയങ്കരമായ കണ്ടെത്തൽ. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ചേർന്നത് മുതൽ ശ്രീകണ്ഠേട്ടനും ഷാഫിയും വിഷ്ണുവും രാഹുലും അബിനും ജ്യോതികുമാറും മാത്യുവും PK ഫിറോസും നജീബ് കാന്തപുരവും ഷംസുക്കയും അടക്കം എല്ലാ നേതാക്കളും എന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും കരുതലും വർണ്ണിക്കാൻ ആകുന്നതിൽ അപ്പുറമാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ്. ഇപ്പോൾ എവിടെന്നെങ്കിലും ചാടിക്കേറി മറ്റൊരിടത്തേക്ക് പോയി കഴിഞ്ഞ് ഇത് തന്നെയാണ് പത്മജ വേണുഗോപാലും പറഞ്ഞുകൊണ്ടിരുന്നത്. കാര്യം കോൺഗ്രസിൽ നിന്ന് ഇതുവരെ കിട്ടാത്ത ഒരു സ്നേഹവും ഈ പറയുന്ന കരുതൽ, അല്ലേ, അടുപ്പം, കരുണ, ഇതൊക്കെ വർണ്ണിക്കാൻ കഴിയാത്തതാണെന്ന് പത്മജ വേണുഗോപാലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പോകുന്നവരും പറയുന്നുണ്ട് സന്ദീപ് വാര്യരെ. അതും മനസ്സിലാക്കണം. കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചാടിപ്പോകുന്ന ആൾക്കാരും ഈ പറയുന്ന പോലെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലില്ലേ. അപ്പോൾ അത് തന്നെയാണ് യാഥാർത്ഥ്യം. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൻ്റെ ആഹ്ലാദമൊക്കെ അല്ലേ നമ്മൾ നടന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം സന്ദീപ് വാര്യർ കാരണമായിരിക്കും പാലക്കാട് ഞങ്ങൾക്ക് ഇത്രയും കുമിഞ്ഞുകൂടിയ ഭൂരിപക്ഷം ഉണ്ടായതും 10,000 വോട്ടിൻ്റെ കുറവ് നമ്മുടെ ഇദ്ദേഹത്തിനുണ്ടായതും എന്താ പറയുക C കൃഷ്ണകുമാർ ഉണ്ടായതും എന്നൊക്കെ ഒരു പക്ഷേ അവിടെയുള്ള ചില കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ടാവും. നാളെ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ഈ സ്നേഹമൊന്നും കാണണമെന്നില്ല. കേക്കിൻ്റെ പൊടി തന്നെത്താൻ തട്ടിക്കളയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യം വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിലൊക്കെ വർണ്ണിക്കുന്നതിനപ്പുറമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പഴയകാല സഹപ്രവർത്തകരോട് പറയാനുള്ളൂ. ഇടയ്ക്കൊക്കെ വിദ്വേഷവും വൈരാഗ്യവും മാറ്റിവെച്ച് മനുഷ്യനെ പോലെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. ഇത്തരം ചില സുന്ദര അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. എന്നിട്ട് ഒരു ശുഭരാത്രിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചില രസകരമായ കമൻറ്റുകൾ വരുന്നുണ്ട്. പോട്ടെ സന്ദീപിക്ക, ഇങ്ങനെ തുടച്ചു കൊടുത്തവരൊക്കെയാണ് കോൺഗ്രസിൽ വലിയ നേതാക്കളായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസകരമായ കമൻറ്റുകളും അതിനകത്ത് മുന്നോട്ട് വരും. ചിലർ പറയും സ്നേഹം പടർത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഈ സ്നേഹവും ചേർത്ത് നിർത്തലും ഒക്കെ കാണുമ്പോൾ വല്ലാതെ നോവുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ചിലരൊക്കെ പറയുന്നത് താങ്കൾ ഇപ്പോഴാണ് ഒരു മനുഷ്യനായി മാറിയത്. അതുവരെ BJP എന്ന് പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ഒരു പിണിയാളായി ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഒരുപക്ഷെ മതേതരത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ കേട്ടുകേഴ്വി മാത്രമായിരിക്കും സന്ദീപ് വാര്യർക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മതേതര സ്വഭാവത്തോടു കൂടിയുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയെ കാണുന്നുണ്ടാവും. പക്ഷേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നാളെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നാളെ ഒരു സമയത്തൊരു സീറ്റ് വിഭജനം വരുമ്പോഴാണ്, അല്ലെങ്കിൽ സീറ്റുകൾ എവിടെയൊക്കെ കിട്ടും എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് പലപ്പോഴും അടി ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും BJP തന്നെ ആയിരുന്നു എനിക്ക് ഭേദം.
പിന്നെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗവർണർമാരെ നിർത്താനുള്ള പവർ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ഗവർണർ ആക്കുമോ എന്നുള്ള പ്രതീക്ഷയും തൽക്കാലം സന്ദീപ് വാര്യർക്ക് വേണ്ട. BJP-യിലായിരുന്നു ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഗവർണർ സ്ഥാനം അടിച്ചേൽപ്പിച്ച് തരുമായിരുന്നു. അല്ലെ പിന്നെ എന്താ പറയുന്ന നാഗാലാൻഡിലോ മിസോറാമിലോ ഒക്കെ ആയിട്ട് ഓരോ ഗവർണർ സ്ഥാനമെങ്കിലും നൽകിയേനെ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ തുടക്കത്തിലെ ഒരു ആരംഭശൂരത്വം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഒരാൾ ചോദിച്ചിരിക്കുന്നത് എന്തായാലും നന്നായി തുടച്ച് വൃത്തിയാക്കി നാവ് കൊണ്ടാവാമായിരുന്നില്ലേ എന്നൊരാൾ ചോദിക്കുന്നുണ്ട്. ഒരു കമൻ്റാണ്, സന്ദീപ് വാര്യർക്ക് വന്ന കമൻറ്റ്. നമുക്ക് ചില വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്സ് നമുക്ക് മനസ്സിലാവും. അവരുടെയൊക്കെ ചില സംസ്കാരം, അവരുടെ പൊളിറ്റിക്സ് ഒക്കെ ചില വാക്കുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഇത് തന്നെ പറയണം സന്ദീപ് വാര്യർ. വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ ഒക്കെ ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു എന്ന് ഇപ്പോൾ പറയും. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആഹ്ലാദത്തിൽ ഒരുപക്ഷെ സന്ദീപ് വാര്യർ കാരണം വിജയിച്ചു എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങളാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ സത്യത്തിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വളരെ ശക്തനായി വാദിച്ച ഒരാളായിരുന്നു സുധാകരൻ. നമുക്കറിയാം, ഇപ്പോൾ KPCC അധ്യക്ഷൻ കൂടിയാണ്. ആ KPCC അധ്യക്ഷനായ സുധാകരന് പോലും കേരളത്തിലെ ഈ കോൺഗ്രസ് കാപട്യത്തിന് മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണണം. പലരും ഇവിടെ ഒരു കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളൊന്ന് കുറച്ചുകൂടി ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ അവസ്ഥ നമുക്കറിയാം. ഉമ്മൻചാണ്ടിയെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്നവരായിരുന്നു. പിന്നീട് ഉമ്മൻചാണ്ടിക്ക് ഒരു കഷ്ടകാലം ഉണ്ടായ സമയത്ത് ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചത് എന്താണ്, അല്ലെ ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് പാർട്ടിക്കാർ എങ്ങനെയാണ് പെരുമാറിയത് എന്നൊക്കെ ഉള്ളത് ഒന്ന് ചിന്തിക്കുക. അതിനു മുൻപ്, കുറച്ചു കാലത്തിന് മുമ്പ്, ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി ഒരു വിമത ശബ്ദം എന്നുള്ള നിലയിൽ പോലും ശബ്ദിക്കുന്ന മുരളീധരന് പണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് നേരിടേണ്ടി വന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരുണാകരൻ, ഇപ്പോൾ കരുണാകരനെ കുറിച്ച് പലരും വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കരുണാകരനെ ഇവിടെ ഒരു അദ്ദേഹത്തിന് എതിരായി ഒരു തിരുത്തൽ വാദം ഇവിടെ ഉണ്ടായത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം കോൺഗ്രസിനെയും CPM-നെയും കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൂടി കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു മുൻവിധി എപ്പോഴും ഉണ്ടാകണം. ഈ സ്നേഹത്തിൻ്റെ കട എപ്പോഴും തുറന്നിരിക്കത്തില്ല. അതിൽ ചില സമയങ്ങളിലൊക്കെ ഈ സ്നേഹത്തിൻ്റെ കട അടച്ചിടും. അങ്ങനെ അടച്ചിട്ട് കൃത്യമായിട്ട് അറിയാവുന്ന ചില ആൾക്കാർ ഇപ്പോഴും UDF-ൽ തന്നെയുണ്ട്. പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഈ സ്നേഹത്തിൻ്റെ കട ഇടയ്ക്കൊക്കെ അടച്ചിടാറുണ്ട് എന്നുള്ള കാര്യം. അതോടൊപ്പം തന്നെ പാർട്ടി വിട്ട് പോയവരോടും ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിൽക്കുന്ന സ്നേഹത്തിൻ്റെ കട എപ്പോഴും തുറന്നിരിക്കുന്നൊരു കടയാണോ, എപ്പോഴും ആ സ്നേഹം അവിടെ നിന്ന് കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ എന്തായാലും സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ ചിന്താഗതി കേക്ക് തുടച്ചു കൊടുക്കലും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഒരു സഹപ്രവർത്തകൻ്റെ കേക്ക് തുടച്ചു കൊടുത്തതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് വിദ്വേഷത്തിൻ്റെ ഫാക്ടറികൾക്ക് ചിലപ്പം ഇതിൽ പല തെറ്റുകളും കണ്ടെത്താം. നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിലേക്ക് പോയത് ഷമാ മുഹമ്മദിനോടുള്ള പ്രണയം കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഇനിയും താങ്കൾക്കെതിരെ ഉണ്ടാകും, സ്വാഭാവികം. പക്ഷേ അപ്പോഴും ചിന്തിക്കുക, തനിക്ക് മേലെ ഒരു വാള് തൂങ്ങിക്കിടപ്പുണ്ട് ഏത് സമയത്തും എന്നുള്ള കാര്യം വിട്ടുപോകരുത്. ജീവിതത്തിൻ്റെ എല്ലാ കോണിലും സന്ദീപ് വാര്യർ അത് വെച്ച് പുലർത്തുകയും വേണം.